ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള സ്റ്റോക്ക് സെലക്ഷൻ ആണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് നാളത്തേക്ക് വേണ്ടിയുള്ള നല്ല സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റോക്ക് എഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് അനാലിറ്റിക്സ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്നിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്നത് OI ട്രെൻഡ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. OI ട്രെൻഡിൽ ന്യൂ ലോങ് അല്ലെങ്കിൽ ന്യൂ ഷോർട്ട്സ് വരണം. അതേപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% കൂടുതൽ വേണം. പിന്നെ ഇവിടെ വോളിയം ആൻഡ് ഡെലിവറി പെർസെൻറ്റേജ് മിനിമം 2x മുകളിൽ വേണം. അപ്പോൾ അത്തരം കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന സ്റ്റോക്സിൽ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്കുകളുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെട്രോപോളിക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെട്രോപോളിക്സിൽ ന്യൂ ലോങ് പൊസിഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 33% ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വോളിയം നമുക്ക് നോക്കി കാണാൻ സാധിക്കും 12x ഡെലിവറി 8x കൂടുതലുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു സ്റ്റോക്സ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് മെട്രോപോളിക്സിൻ്റെ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമുക്കിവിടെ ഓപ്ഷൻ ചെയിനിൽ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1841 ലെവലാണ്. ഇത് നമുക്ക് ഓപ്ഷൻ ചെയിൻ നോക്കാം. ഇനി ഓപ്ഷൻ ചെയിനിൽ 1841 അടുത്ത് നടക്കുന്ന സ്ട്രൈക്കുകൾ നോക്കാം. ഓക്കെ, ഇനി ഇവിടെയൊക്കെ നമുക്കിവിടെ ഓയിൽ പ്ലസ് ഓർ മൈനസ് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം 1800 സ്ട്രൈക്കിൽ ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, അതായത് നമ്മൾ എപ്പോഴും ഓപ്ഷൻ ചെയിൻ നോക്കുമ്പോൾ ഒരു സെല്ലറിൻ്റെ വ്യൂയിലൂടെ വേണം നോക്കാനായിട്ട്. അതായത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്കുകളിൽ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ കണക്കാക്കാറ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1800 പുട്ട് ഓപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഈ ഒരു പ്രൈസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് 1800 ആണ്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ 1800 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ മാർക്കറ്റിൽ ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ 1800 ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി 1800 ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ലെവലിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. പക്ഷേ നമ്മൾ അത് മാത്രം നോക്കിയാൽ പോരാ, ഈ ക്യാൻഡിൽസിൽ സപ്പോർട്ട് അടുത്ത് എവിടെയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറി പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയാണ്, അതായത് 1800 മാത്രമല്ല 1800 മുതൽ 1790 ലെവൽ വരെ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, മെട്രോപോളിക്സിൽ. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് എപ്പോഴാണ് ഡൗൺ ട്രെൻഡ് വരാമെന്ന് വെച്ചാൽ ഈ 1790 ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്കവിടെ ഒരു സെൽ ചാൻസ് വരുന്നത്. 1800 താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ നിലവിൽ ഈ ഒരു 1800 മുതൽ 1790 വരെ സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഈ ലെവൽസ് ഒന്ന് നിങ്ങൾ ചാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റോക്സ് പേജിൻ്റെ ആണ്. അവിടെ ന്യൂ ഷോർട്ട് പൊസിഷൻ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ വോളിയം ആൻഡ് ഡെലിവറി പെർസെൻറ്റേജ് 2x താഴെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ അടുത്തത് സിൻജനിയാണ്. സിൻജനിയിൽ ന്യൂ ലോങ് പൊസിഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് 21 വന്നിട്ടുണ്ട്. വോളിയം 6x ഉണ്ട്. ഡെലിവറി 1.8x ഉള്ളൂ. പക്ഷേ നമുക്ക് വോളിയം 6x ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാൻ എൻ്റെ ഓപ്ഷൻ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 749 ലെവലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്കുകളിൽ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ 760 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. 760. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ 760 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. എപ്പോഴാണ് മാർക്കറ്റ് ഈ 760 ബ്രേക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ മാത്രമാണ് നമുക്കിനിയിപ്പോൾ സിൻജനിയിൽ ബൈ ചാൻസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു 760 ഒന്ന് മാർക്ക് ചെയ്യാം. കാരണം 760 സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലാണ് നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിൽ ഈ ഒരു പോയിന്റിലാണ് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ചേഞ്ച് ചെയ്ത് ഈ ഒരു പോയിന്റ് ആക്കാം. അതുപോലെ ഈ ഒരു ഇതാക്കാം. അതായത് 764 മുതൽ 767 ലെവലാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നിൽക്കുന്നത്. മാർക്കറ്റ് അടുത്ത ദിവസം ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സെൽ പ്രഷർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്
എപ്പോഴാണ് മാർക്കറ്റ് അടുത്ത ദിവസം ഈ 764 അല്ലെങ്കിൽ 768 ലെവൽ ടച്ച് ചെയ്യുന്നത്, ആ സമയത്ത് അവിടെ നിന്ന് ഒരു സെൽ പ്രഷർ വരുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ സെൽ പ്രഷർ വരുന്നുണ്ടെങ്കിൽ, ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടുന്ന് ഒരു സെൽ ചാൻസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി എപ്പോഴാണ് മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷ് ആവുന്നത്, അതായത് ഈ ഒരു സിഞ്ചനി ഈ 767 ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ അവിടുന്ന് ഒരു ബുള്ളിഷ് ട്രെൻഡ് ചാൻസ് ഉണ്ട്, അതായത് ഒരു അപ് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഈ ഒരു സ്റ്റോക്സ് നിലവിൽ നല്ല രീതിയിൽ സെൽ പ്രഷറാണ് 767 764 ലെവലിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് 760 ഏറ്റവും കൂടുതൽ. പക്ഷെ നമ്മൾ ചാർട്ടിലും കൂടി നോക്കണം. ആ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ 760 തൊട്ട് മുകളിൽ എവിടെയാണ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു ഈ ഒരു ലെവലാണ് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ സെല്ലിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസവും ഈ ഒരു ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ ലെവൽ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. 764 767. ഇനി അടുത്ത സ്റ്റോക്സ് നമുക്ക് നോക്കാം. എക്സൈഡ് ഇന്ത്യ, അത് ഷോർട്ട് കവർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. നമ്മൾ ന്യൂ ലോങ് ന്യൂ ഷോർട്ട് മാത്രമാണ് എടുക്കുന്നുള്ളൂ. പിന്നെ ഉള്ളത് സൺഫാർമയാണ്. അപ്പോൾ സൺഫാർമയിൽ നമുക്ക് 10% വന്നിട്ടുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ 4.9x വോളിയം ഉണ്ട്, 5.6x ഡെലിവറി പെർസെൻറ്റേജ് ഉണ്ട്. നമുക്ക് സൺഫാർമയും സെലക്ട് ചെയ്യാം. ഇനി അതിൻ്റെ ഓപ്ഷൻ ചെയ്യാൻ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 1540 സ്പോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ട്രൈക്കിൽ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1560 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ, അതായത് 1560 ഒരുപാട് ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലെവൽ മാർക്കറ്റ് ഇപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റ് 1560 ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ മാത്രമായിരിക്കും ഈ ഒരു സൺ ഫാർമയിൽ ഇനി ഒരു അപ് ട്രെൻഡ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു സെൽ ചാൻസ് എവിടെയാണെന്ന് നമുക്ക് ചാർട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവലിലാണ് സെൽ ചാൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് എവിടെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യും, അതായത് 1560 1565. ഇതാണ് മാർക്കറ്റ് ഇപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് സൺഫാർമയിൽ മാർക്കറ്റ് ഈ 1560 മുതൽ 1565 ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു 1565 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നതായിരിക്കും. കാരണം അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ പിന്നെ അത് സപ്പോർട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അധികവും ഈ ഒരു സപ്പോർട്ട് തന്നെ റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു കയറാനായിരിക്കും ചാൻസ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു 1560 65 ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ടച്ച് ചെയ്ത് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അതല്ല മാർക്കറ്റ് നല്ല ബുള്ളിഷൊക്കെ ആണെങ്കിൽ 1665 ബ്രേക്ക് ചെയ്ത് മുകളിൽ ട്രേഡ് ചെയ്യാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈയിലേക്കും പോകാവുന്നതാണ്. അപ്പോൾ ഈ 3 സ്റ്റോക്സുകളാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി കിട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റോക്സിൽ OI 10% താഴെയാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് OI ട്രെൻഡ് ന്യൂ ലോങ് അല്ലെങ്കിൽ ന്യൂ ഷോർട്ട് പൊസിഷൻ വേണം. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% കൂടുതൽ വേണം. പിന്നെ വോളിയം അല്ലെങ്കിൽ ഡെലിവറി പെർസെൻറ്റേജ് 2x മുകളിൽ വേണം. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് കണ്ടീഷനായിട്ട് നോക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ 3 സ്റ്റോക്സുകളും ഈ തന്നിരിക്കുന്ന ലെവൽസും ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.